ശ്രീനഗറിൽ നിന്നും ഏതാണ്ട് 50 കിലോമീറ്റർ അകലെയായി പാക് അധീന കശ്മീരിൽ താൽക്കാലികമായി നിർമ്മിച്ച ഒരു കേന്ദ്രത്തിലായിരുന്നു അവർ. ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകര സംഘടനയുടെ പ്രമുഖരായ 2 കൊലയാളികൾ. വലതു കൈയിലിരുന്ന സിഗരറ്റ് ചുണ്ടിലേക്ക് വെച്ച് ആഞ്ഞൊരു പുകയെടുത്ത് അകലേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് അബൂ സബ്സർ ജനലിന് സമീപമാണ് ഇരുന്നത്. തൊട്ടടുത്ത് ആശങ്കയോടെ അബൂ തൊറാറ. എനിക്കെന്തോ സംശയമുണ്ട്, എവിടെയോ ചില പ്രശ്നങ്ങൾ കാണുന്നു, അബൂ തൊറാറ പറഞ്ഞു. കാൽക്കയിലായി ശ്രദ്ധാപൂർവം വച്ചിരുന്ന 2 AK-47 തോക്കുകളിലേക്ക് നോക്കി അബൂ സബ്സർ മുരണ്ടു. നിനക്ക് അവനോട് ഇനിയും സംസാരിക്കണോ? തൊറാറ മറുപടി പറയാൻ ഒന്ന് മുന്നോട്ടാഞ്ഞു. തൊട്ടടുത്ത മുറിയിൽ നിന്ന് കാൽപെരുമാറ്റം കേട്ടതോടെ അബൂ സബ്സർ ചുണ്ടിൽ കൈവച്ച് ആംഗ്യം കാണിച്ചു. തൊറാറ നിശബ്ദനായി. ചുണ്ടിലൊരു മൂളിപ്പാട്ടും കയ്യിലെ ട്രേയിൽ ഗ്ലാസുകളിൽ കട്ടൻ ചായയുമായി ഇഫ്തിഖർ മുറിയിലേക്ക് കടന്നു വന്നു. ഒരു ചെറുചിരിയോടെ അബൂ തൊറാറയ്ക്കും അബൂ സബ്സറിനും ഓരോ ചായ ഗ്ലാസുകൾ നൽകി തന്റെ AK-47 തോക്കിന് സമീപം കാലു നീട്ടിയിരുന്നു. നീ പറഞ്ഞതൊക്കെ സത്യമല്ലേ? അബൂ തൊറാറ ചോദിച്ചു. ഇഫ്തിഖർ എഴുന്നേറ്റു. കയ്യിലിരുന്ന തോക്ക് അവർക്ക് മുന്നിലേക്ക് ഇട്ടു. നിങ്ങൾക്ക് ഇനിയും സംശയമോ എന്നെ? ഇതാ എന്റെ തോക്ക്. നിങ്ങൾക്ക് ഈ നിമിഷം എന്നെ വെടിവെച്ചു കൊല്ലാം. ഇരുവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി ഇഫ്തിഖർ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അബൂ തൊറാറയും അബൂ സബ്സറും മുഖത്തോട് മുഖം നോക്കി. തൊറാറയുടെ കൈകൾ ഒന്ന് സംശയിച്ച് തോക്കിന് നേരെ നീണ്ടു. ഒരു നിമിഷം ഇഫ്തിഖറിന്റെ കയ്യിൽ ഇന്ത്യൻ പാരാ സ്പെഷ്യൽ ഫോഴ്സ് ഉപയോഗിക്കുന്ന ഇറ്റാലിയൻ നിർമ്മിത ബെറേറ്റ പ്രത്യക്ഷപ്പെട്ടു. തൊറാറയുടെയും സബ്സറിന്റെയും തലയിലേക്ക് 2 ബുള്ളറ്റുകൾ ചീറിപ്പാഞ്ഞു. മരണം ഉറപ്പുവരുത്താൻ ഒരിക്കൽ കൂടി ഇരുവരുടെയും തലയിലേക്ക് ബുള്ളറ്റുകൾ പായിച്ച ശേഷം അയാൾ മരിച്ചു കിടക്കുന്ന ഭീകരരുടെ സമീപത്തായിരുന്നു നേരത്തെ ബാക്കി വെച്ച കട്ടൻ ചായ നിശബ്ദമായി ഊതിക്കുടിച്ചു. മേജർ മോഹിത് ശർമ്മ.